കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ സ്ട്രിപ്സ് റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെളിയിൽ നിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്ന സാധനം ഈസി ആയിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് വീട്ടിലെങ്ങനെ ചെയ്തെടുക്കാവുന്നൂടെ നോക്കാവേ. കൂടെ തന്നെ പച്ചമുട്ടയും വിനെഗറും ഒന്നും ചേർക്കാത്ത ഒരു മയോണൈസ് റെസിപ്പിയുടെ വേഗം പറഞ്ഞു പോകുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു ചിക്കൻ ഫ്രൈ. വീഡിയോ കണ്ടിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ വേണ്ടി മറക്കരുത്. വലിയ 2 ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഈർപ്പമായി ഒന്നും ഇല്ലാതെ എടുക്കണം. ഒരേ കനത്തിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ. ഒരുപാട് അങ്ങ് കനത്തിലെടുക്കേണ്ട ആവശ്യമില്ല. ഇതാ ഞാനിങ്ങനെ ക്രോസ് ആയിട്ടാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് 2 സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കഴുകരുത്. ഈർപ്പമായ ഒന്നും ഇല്ലാത്ത ചിക്കൻ കഷ്ണം ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇനി എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് അല്പം എരിവുള്ളതും കാശ്മീരിയുടെ മിക്സ് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ഒരു 3/4 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുട്ടിയും കുറച്ചും ഇടാവുന്നതാണ്. കുരുമുളക് പൊടി അപ്പം തന്നെ പൊടിച്ചതാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കുമേ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഡാർക്ക് സോയ സോസാണ് ഒഴിക്കുന്നത്. 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഡാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ ഒരു 1.5 സ്പൂൺ ഒഴിക്കേണ്ടതാണ്. ഇനി ടൊമാറ്റോ കെച്ചപ്പാണ് 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സോസ് എടുക്കുന്നെങ്കിൽ ഒരു 1.5 സ്പൂൺ അതും ചേർക്കാവുന്നതാണ്. ഇനി വിനീഗറാണ് ചേർക്കുന്നത്. 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 സ്പൂണോളം ചേർക്കാവുന്നതാണ്. നല്ല കട്ടി തൈര്, അധികം പുളിയില്ലാത്ത ചേർക്കണേ. ഒരുപാട് വെള്ളമയമാകരുത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈകൊണ്ട് മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും. നല്ലെണ്ണം ഞെരടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ KFCയും പിസ്സയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പിസ്സ സീസണിങ് പൗഡർ ഇല്ലെങ്കിൽ ഒരിഗാനോ പൗഡർ ഒരു 3/4 സ്പൂണോളം ഇതിനകത്ത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ഫ്ലേവറാണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ടാകണമെന്നില്ല. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്രയും മസാല ചേർത്തത്. ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ അത് മസ്റ്റായിട്ട് ചേർത്തിരിക്കണേ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റൊക്കെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇതിനി ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരത്തേന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. ഇത്ര നേരത്തേന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഇനി പെട്ടെന്നൊരു മയോണൈസ് റെസിപ്പിയുടെ ചെയ്യാമേ. ഒരു 13-14 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റുവാണ് ആദ്യം ചെയ്യേണ്ടത്. നന്നായിട്ട് പൊടിച്ചിട്ട് ഈ സൈഡിൽ ഒട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് വടിച്ച് വിടണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അറിയാതെ അങ്ങനെ തന്നെ ഒട്ടിയിരിക്കുമേ. ആദ്യമേ ഇത് ചെയ്യുക. ഒരു 4-6 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പുഴുങ്ങിയ മുട്ടയുടെ 2 മുട്ടയുടെ വെള്ളയാണ് ചേർത്തിട്ടുള്ളത്. അതോടെ ചേർക്കുക. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കട്ട തൈര്, അധികം പുളിയില്ലാത്ത അധികം വെള്ളമയം ഇല്ലാത്ത കട്ട തൈര് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി 2 സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല കറക്റ്റ് ഡ്രോപ്പ് കൺസിസ്റ്റൻസിയിലുള്ള അളവാണ്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡബിൾ എടുത്താൽ മതിയേ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ബാക്കി ചിക്കൻ റെസിപ്പിയിലോട്ട് പോയിട്ട് വരാം. ഇനി ഒരു കുഴിഞ്ഞ പാത്രമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് കോൺഫ്ലോറാണ് ഇടുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞായിരിക്കണേ. ശകലം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പരന്ന പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത് ഇത് ശരിക്കും മിക്സ് ആകത്തില്ല. അതിന് കുഴിഞ്ഞ പാത്രം തന്നെ അതിനാണ് എടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഒരു പരന്ന പാത്രത്തിൽ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇനി 2 മുട്ട ഒരല്പം കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുവാണ്. ഇത് വറുക്കാത്ത കോൺഫ്ലേക്സ് ആണ്. ഇതിന് നല്ല വിലക്കുറവാണ്. ഇതിനിപ്പോൾ 20 രൂപയേ ഉള്ളൂ. ഇതിനൊരു 3/4 ഭാഗമേ ഇപ്പോൾ യൂസ് ആവുന്നുള്ളേ. ഇതൊന്ന് പൊടിച്ച് മാറ്റിയെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കരുത്. ഇതുപോലൊരു കവറിനകത്ത് കുറേശ്ശെ ഇട്ടിട്ട് ഒരു ചപ്പാത്തി റോളർ കൊണ്ടോ ഒരു പാത്രത്തിൻ്റെ ചൂട് ഭാഗം കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയേ. മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചാൽ ശരിയായിട്ട് വരത്തില്ലേ. ഒരുപാട് പൊടിഞ്ഞു പോവും. എത്ര നമ്മൾ സൂക്ഷിച്ച് പൾസ് ചെയ്തെടുത്താലും പൊടിഞ്ഞു പോവുമേ. ഇത് പൊടിച്ചെല്ലാം ചുവട് നിരപ്പായിട്ടുള്ള ഒരു കുഴിഞ്ഞ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മാറിനേറ്റ് ചെയ്ത് ചിക്കൻ എടുക്കാം. ഇത് നന്നായിട്ട് ആദ്യമേ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
വെള്ളമൊക്കെ ഒരുപാട് ഊറിയൊന്നും വന്നിട്ടില്ല. കറക്റ്റ് ഈർപ്പത്തോടു കൂടി തന്നെയുണ്ട്. ഇങ്ങനെ തന്നെയാണ് കിട്ടേണ്ടത്. ഇനി ഓരോ ചിക്കൻ പീസും എടുത്ത് പൊടിക്കകത്ത് മുക്കിയെടുക്കണേ. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണേ. ഇതാ ഇങ്ങനെ പരന്ന പാത്രത്തിലിട്ട് കോട്ട് ചെയ്യുമ്പോൾ ആ സൈഡിലെല്ലാം ആ പരിസരത്തൊക്കെ പൊടിയാവുമെന്ന് പേടിയുള്ളവരാണെങ്കിൽ ഒരു കുഴിഞ്ഞ പാത്രത്തിലോട്ട് ഇട്ടാൽ മതിയേ പൊടിയെല്ലാം. ഇതാ ഇങ്ങനെ ഒരു കുഴിഞ്ഞ പാത്രത്തിലോട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ. കയ്യിലൊന്നും പെടാതെ തന്നെ നല്ലവണ്ണം അത് തന്നെ എല്ലാ ഭാഗത്തും കോട്ടിങ് ആയിക്കോളുവേ. ആ പരിസരത്തൊന്നും അധികമാകത്തുമില്ല. എല്ലാ ചിക്കൻ പീസും ഇതാ ഇങ്ങനെ പൊടി മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് മുട്ടയിലിങ്ങനെ മുക്കിയെടുക്കണേ. മുട്ട താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ എടുത്തിട്ട് ശകലം വെള്ളം കൂട്ടി ഒന്ന് കലക്കിയതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ചൊന്ന് മുക്കിയെടുത്താൽ മതിയേ. എല്ലാ ഭാഗത്തും കോട്ടിങ് പോലെ ഒന്ന് മുട്ടയാകണം. ഇനി ആ കോൺഫ്ലേക്സിനകത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതിയേ. അതിനാണ് ഒരു ചൂട് നിരപ്പായിട്ടും കുഴിഞ്ഞ പാത്രം എടുക്കുന്നത്. അപ്പോൾ ആ സൈഡിലെങ്ങും ആകാതെ തന്നെ നല്ല കോട്ടിംഗ് ആയിട്ട് കിട്ടുമേ. ഇങ്ങനെ ഓരോന്നും മുക്കിയെടുക്കുകയാണ്. ഇതാ ഇങ്ങനെ സ്പൂൺ വെച്ച് ഷേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ ഇങ്ങനെ സ്പൂൺ വെച്ചും വേണമെങ്കിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ. പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് കോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ അടുക്കി ഒന്നിന് മേലെയായിട്ട് വെച്ചിട്ടുണ്ട്. പരസ്പരം ഇത് കൂട്ടി ഒട്ടത്തില്ല. നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഇറുക്കിയ കോൺഫ്ലേക്സ് എല്ലാം ഒട്ടിയിരിക്കുവേ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെക്കാവുന്നതാണ്. ഇതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. ചൂട് കട്ടിയുള്ള നല്ല പരന്ന പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ട് പെറുക്കിയിടുക. ചിക്കൻ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടിട്ടിട്ട് ഫുൾ ടൈം ബാക്കിയുള്ള സമയം ഫുള്ളും മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്, ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇത് എണ്ണയൊന്നും അധികം വലിച്ചു കുടിക്കത്തൊന്നുമില്ല. ഈ മുട്ടയിലിട്ട് ഡിപ്പ് ചെയ്യുന്ന കാരണം ലൈറ്റായിട്ടൊരു എണ്ണയിലൊരു പത വരാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. എണ്ണ ഇങ്ങനെ വലിച്ചു കുടിക്കത്തേയില്ലേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാറിനേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ സമയത്തിലും കൂടുതൽ സമയമൊക്കെ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം വെക്കുമെങ്കിൽ വെളിയിൽ വെക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനകത്ത് ഈ മാവിനകത്ത് മുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ലവണ്ണം ചിക്കൻ്റെ തണുപ്പ് പോയിട്ടിരിക്കണേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ വെളിയിൽ മാറ്റിയെടുത്ത് വെച്ചിരിക്കണം. ഈ തണുപ്പോട് കൂടി തന്നെ ചിക്കൻ ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകും. പുറമെല്ലാം നല്ലതായിട്ട് മുരിഞ്ഞിട്ട് അകത്തോട്ട് നല്ലവണ്ണം വേവ് വരാതെ വരും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിനീഗറിന് പകരം നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർക്കാവുന്നതാണ്. വിനീഗർ ചേർക്കാനാണ് ഞാൻ പറയുന്നത്. വിനീഗർ ചേർക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഫ്ലേവർ ഉപ്പും പുളിയെല്ലാം നല്ലവണ്ണം ചിക്കനകത്ത് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചിക്കൻ നല്ല ബ്രെഡ് പോലെ സോഫ്റ്റും ആകും. നമ്മൾ KFC ഒക്കെ കഴിക്കുമ്പോൾ ചിക്കൻ നല്ല ബ്രെഡ് പോലെ ഇരിക്കത്തില്ലേ. അതേപോലെ തന്നെ ചിക്കൻ മാറിനേറ്റ് ചെയ്യുമ്പോൾ പിസ്സ സീസണിങ് പൗഡറോ ഒറിഗാനോ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മൈദയും കോൺഫ്ലോറും കൂടെ പൊടിയിട്ട് നമ്മൾ കോട്ടിങ് ചെയ്യത്തില്ലേ, അപ്പോൾ ആ മൈദപ്പൊടിക്കകത്തൂടെ കുറച്ച് ഒറിഗാനോ പിസ്സ സീസണിങ് പൗഡറും കൂടെ കുറച്ച് ചേർക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ ഫ്ലേവർ ആയിരിക്കുമേ. ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ വേണ്ടി മറക്കരുതേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. Thank you for watching.